ചെയ്യാൻ പാടില്ലല്ലോ. അപ്പം ഈ ഭരണസമിതി പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിയല്ലേ ഞാൻ, കൗൺസിലറല്ലേ. എന്നെ തട്ടിക്കൊണ്ട് പോകാൻ ചെയർപേഴ്സൻ്റെ വാഹനം എന്തിനാ ഉപയോഗിച്ചവർ? അത് ഒന്നാമത്തേത്. രണ്ടാമത്തെ പൊതുജന മധ്യത്തിൽ എന്നെ ആക്ഷേപിച്ചത്. രണ്ട്, മൂന്നാമത് അതിന് എതിരായിട്ട് ചെയർപേഴ്സൺ കേസ് കൊടുത്ത്. ഇത് മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്ന എങ്ങനെ പിൻവലിക്കണം. കാരണം തെറ്റ് ചെയ്തത് LDF ആണ്. അപ്പോൾ LDF തെറ്റ് ചെയ്തിട്ട് UDF പഴിച്ചായിരുന്നു, ശരിയല്ല. അപ്പൊ എന്നോട് വ്യക്തിപരമായിട്ട് അവർ ചെയ്തത് അനീതിയാണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്. തുടർന്നുള്ള നടപടികൾ നിയമവശം വരട്ടെ, അപ്പൊ നമുക്ക് തീരുമാനിക്കാം. രാജിവെക്കില്ല, അത് പാർട്ടിയുടെ തീരുമാനം പോലെ പോകാം. ഇപ്പൊ നിലവിൽ നമ്മൾ എന്തിനാ അങ്ങനെ നാണം കെട്ട് നിൽക്കുന്നതിൽ കാര്യമുണ്ടോ? CPM കൗൺസിലറായ കലാരാജു ഇപ്പോൾ പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കുന്നു. എന്റെ പ്രശ്നം അവർ ഉന്നയിച്ചത്, എന്റെ പ്രശ്നമല്ല ഇപ്പൊ ഇവിടെ ഉന്നയിച്ച. അപ്പൊ ഞാൻ പ്രതിഷേധിക്കണ്ടേ? ഇനിയുള്ള മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും സമാനമായ നിലപാടായിരിക്കും. അപ്പൊ ന്യായമല്ലാത്ത കാര്യം കണ്ടാൽ പ്രതികരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ന്യായമല്ലാത്ത കാര്യമുണ്ട്, ഇനിയും പ്രതികരിക്കും. ഇനിയിപ്പോ ഇങ്ങനെ നാണംകെട്ട പണി കാണിച്ചിട്ട് മുന്നോട്ട് പോകാൻ നാണമില്ലേന്നാ ഞാൻ ചോദിക്കുന്നത്. അവിടെ അറിയിക്കും. രാഷ്ട്രീയ നിലപാട് ഉടൻ പ്രഖ്യാപിക്കും. അത് അറിയിക്കും നമ്മൾ. കാരണം ചർച്ച വരട്ടെ. കാലാവധി തീരുന്നവരെ കൗൺസിലറായി തുടരും. അത് CPM തീരുമാനിച്ചാലും നമുക്കത് എന്താണെന്നുള്ളത് ആ ഒപ്പം പോകാം. എന്താണോ നിയമം ആ ഒപ്പം, അല്ലാതെ നമ്മൾ. സുജയ, അങ്ങനെയാണ് CPM കൗൺസിലറായി തന്നെ തുടരും, കാലാവധി തീരും വരെ തുടരും. അതിനിടയിൽ മറ്റെന്തെങ്കിലും നടപടികൾ വരികയാണെങ്കിൽ അതിനെ നേരിടാൻ തയ്യാറാണ് എന്നാണ് കലാരാജു പറയുന്നത്. എന്തായാലും ന്യായമായ വിഷയങ്ങളിൽ UDF-നൊപ്പം നിലനിൽക്കും. ഇത് സ്വാഭാവികമായും തൻ്റെ പേരിൽ, തനിക്ക് നേരെ നടന്ന അതിക്രമത്തിൻ്റെ പേരിൽ നടന്ന ചർച്ചയാണ്, ആ വിഷയമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ താൻ പ്രതിപക്ഷത്തിനൊപ്പം നിലയുറപ്പിക്കുകയാണ്, പ്രതിപക്ഷത്തിനൊപ്പമുള്ള പ്രതിഷേധത്തിൽ നിലയുറപ്പിക്കുകയാണ് എന്നാണ് കലരാജു പറയുന്നത്. പക്ഷേ ഒരു CPM കൗൺസിലറായി തുടരും, കാലാവധി തീരും വരെ രാജിവെക്കാതെ കൗൺസിലറായി തുടരും എന്നും കലരാജു പറയുന്നുണ്ട്. ഇപ്പോൾ മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷ അംഗങ്ങൾ ചെയർപേഴ്സണും വൈസ് ചെയർമാനും മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് പുറത്തു പോകാനാണ് ചെയർപേഴ്സൺ ആവശ്യപ്പെടുന്നത്. മാധ്യമപ്രവർത്തകർ പുറത്തേക്ക് പോകണം, ഇത് ചിത്രീകരിക്കരുത് എന്നടക്കം ചെയർപേഴ്സൺ പറയുന്നുണ്ട്. എന്നാൽ പ്രതിപക്ഷം ഇപ്പോൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ കൗൺസിൽ യോഗം പുരോഗമിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ മാധ്യമങ്ങളെ പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും പ്രതിഷേധവുമായി പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നു. അതേസമയം അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടിൽ ഉറച്ചുകൊണ്ട് ഭരണപക്ഷവും മുന്നോട്ട് പോകുന്നു. കൗൺസിലറായി തുടരുകയും ചെയ്യും, രാജിവെക്കുകയുമില്ല. അതേസമയം വോട്ട് ചെയ്യേണ്ട സമയങ്ങളിൽ UDF-ന് കൃത്യമായി വോട്ട് ചെയ്യുകയും ചെയ്യും. അതാണ് നിലവിലെ അവസ്ഥ. അങ്ങനെയാണ് സുജിയ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായും CPM ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച കലരാജു CPM കൗൺസിലറായി തുടരും, രാജിവെക്കില്ല എന്ന നിലപാട് അവർ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ പല വിഷയങ്ങളിലും UDF-നൊപ്പം നിലയുറപ്പിക്കും, UDF-നൊപ്പം നിൽക്കും എന്നവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വിഷയം, ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ താനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ നിലപാട് പ്രതിപക്ഷത്തിനൊപ്പമാണ്. മാത്രവുമല്ല മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, കോൺഗ്രസ് നേതാക്കളാണ് തനിക്ക് സുരക്ഷയൊരുക്കിയത്, തനിക്ക് അഭയം നൽകിയത്. അതുകൊണ്ട് തന്നെ അവർക്കൊപ്പം നിലയുറപ്പിക്കാൻ തന്നെയാണ് തൻ്റെ തീരുമാനമെന്നും കലരാജു പറയുന്നുണ്ട്. സ്വാഭാവികമായും ഒരു അസാധാരണമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്.